രണ്ടു മുന്നണിയുടെയും വക്താക്കൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ കടക്കുകയാണ്. ഇവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അധികം സമയമില്ല, മണിക്കൂറുകളേ ഉള്ളൂ നമുക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. ഇത്തവണ CPM-നെ ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ തന്നെയാണ് തോന്നുന്നത്. അതും CPM-നെ പോഷക സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ പല വിഷയങ്ങളും അത് വലിയ തോതിൽ തന്നെ വലിയൊരു തിരിച്ചടിയാവാൻ സാധ്യതയില്ല ഇത്തവണ. ഇല്ല, ഇതിനകത്ത് കോൺഫിഡൻസ് ലെവലിനൊന്നും ഒരു കുറവില്ല. ഞാൻ ഈ 10-12 എന്നൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര എന്താണ് പറയുന്നത്, വിനയാന്വിതനായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. എൻ്റെ കണക്കൂട്ടിൽ ഒരു 18 സീറ്റാണ് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് എന്റെ കണക്കൂട്ടൽ. ഞാൻ അത്രയും കുറച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്തായാലും പറയുന്നത് ചർച്ചയ്ക്ക് ഒരു ഇതുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനത് അധികാരത്തിലിരുന്ന സമയത്ത് ഒരിക്കലും തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇതുപോലെ 19 സീറ്റിൽ വന്നത് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെ ഒരു റെപ്പറ്റീഷനാണ് ഞാൻ ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചോളൂ, അത്രയ്ക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു, എന്നാലും കുറച്ചുകൂടെ കുറച്ചിട്ടാണ് ഞാൻ 10+2 എന്ന് പറഞ്ഞത്. അതിൽ നിന്ന് ഒന്നുപോലും എന്തായാലും പിന്നോട്ട് പോകാൻ സാധ്യതയില്ല. ഇടതുപക്ഷം ഫുൾ കോൺഫിഡൻസ് തന്നെയാണ് മത്സരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞതെന്ന പോലെ പിന്നെ ചെറിയ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഓൺ എയർ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ അതും കൂടെ പറഞ്ഞേനെ. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. പിന്നെ ഇന്ത്യ എന്തെങ്കിലും ഡീലാണ് ഉദ്ദേശിക്കുന്നത്. ഡീലൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ PFI ആയിട്ടും SDPI ആയിട്ടൊക്കെ ഡീലുള്ളത് ആർക്കാണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. പിന്നെ കോലീബി സഖ്യം ഇവിടെ ഉണ്ടാക്കിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അത് KG മാരാറിന്റെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അഡ്വക്കേറ്റ് രത്നസിംഗ് മത്സരിച്ച് ആ ചരിത്രങ്ങളൊന്നും പിന്നീട് നമ്മൾ പറയണ്ട. KG മാരാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഘത്തിൻ്റെതാണ്, BJP ആയിട്ടില്ല. അവിടെ തെറ്റാണ് പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞതുപോലെ അഡ്വക്കേറ്റ് രത്നസിംഗിനെ ഉപയോഗിച്ച് മത്സരിച്ചു. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള നീക്കുപോക്കുകൾ BJP ആയിട്ടും അതേസമയം തന്നെ തീവ്ര ഈ പറഞ്ഞ കണക്കോലെ ഫണ്ടമെന്റലിസ്റ്റുകളുമായിട്ടൊക്കെ കോൺഗ്രസ് തരാതരം ചെയ്യുന്നുണ്ട്. പക്ഷെ അത്ര ടെക്നോളജി ഒന്നും ഇത്തവണ വർക്കാവത്തില്ല ഇവിടെ. അത് 100% ഉറപ്പാണ്. ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ വാട്ടർലൂ ആയിരിക്കും. യാതൊരു സംശയം അതിനകത്ത് വേണ്ട. ഇറ്റ് വിൽ ബി ദ വാട്ടർലൂ ഫോർ ദ കോൺഗ്രസ് ഇൻ കേരള. പക്ഷെ അതൊരു നല്ല കാര്യമല്ല എന്ന് തന്നെ എനിക്കറിയാതെ. പക്ഷെ എന്നാൽ അത് പറയാതിരിക്കാൻ വയ്യ. ഇനിയെങ്കിലും ഈ പറഞ്ഞത് കണക്കല്ലേ നമ്മൾ 20 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കരുതല്ലോ. പിന്നെ നാളെ ഇത് ആളുകൾ കാണുമ്പോൾ ഇതെടുത്ത് ട്രോളുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ശരി ഗോകുൽ, ഏതായാലും LDF-ഉം UDF-ഉം കേരളത്തിൽ വലിയ പ്രതീക്ഷയിലാണ്. UDF-ന് 19 സീറ്റ് നിലവിൽ കയ്യിലുണ്ട്. അത് നിലനിൽത്തും. എന്തായാലും കൈവിട്ട ഒരു സീറ്റ് കൂടി തിരിച്ചെടുക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ജയരാജ് പറഞ്ഞ പോലെ 18 പ്രതീക്ഷിക്കുന്നത്. പക്ഷേ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഒരു സീറ്റെങ്കിൽ കൂടുതൽ കിട്ടിയാൽ അത് നേട്ടം എന്ന് പറയുന്നതുമുണ്ട്. ഒരു മുൻകൂർ ജാമ്യം നമ്മൾ കേട്ടതാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും വലിയ പ്രതീക്ഷകളുള്ള നേതാക്കളും അണിയറ പ്രവർത്തകരും ഒക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. NDA എങ്ങനെയാണ് കരുതുന്നത്? NDAക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJPക്ക് വോട്ടുവിഹിതം കൂടിയ ചരിത്രം മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. വോട്ടുവിഹിതം കൂടുന്നതിനൊപ്പം തന്നെ സീറ്റുകളുടെ ഒരു ലഭ്യത, അതും വലിയൊരു പ്രതീക്ഷയല്ലേ NDAക്ക്? തീർച്ചയായിട്ടും. ഞാൻ അത് ആദ്യം പറഞ്ഞല്ലോ, ഇവർ ഡീല് എന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന LDF പറയും BJP അല്ല, അത് ഞാൻ പറയാം സാർ. അതിനകത്തേക്ക് ഞാൻ പറയാം. നിരാമയ വൈദേഹൻ ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, ഇവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ്മാനാണ്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് ഒരു പരിധി വരെയൊക്കെ പറയാൻ പറ്റുന്നത് നമുക്ക് റിലയൻസ് അംബാനിയായിട്ടോ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ പറയേണ്ട ഒരു പേരാണ്. ഇവിടെ അംബാനി അല്ലെങ്കിൽ റിലയൻസ് നാളെ വന്ന് ഏതെങ്കിലും ഒരു സഖാവിൻ്റെ 5 സെൻറ്റ് സ്ഥലത്തൊരു ഔട്ട്ലെറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ആ ലോക്കൽ കമ്മിറ്റി സഖാവും അംബാനിയും തമ്മിൽ ബിസിനസ് ഡീലാണെന്ന് പറയാൻ കഴിയുമോ? ഇല്ലല്ലോ. അതുപോലെ അല്ല ഇതിനകത്ത് എന്തായിരിക്കുന്നത്, ഒരു റിസോർട്ട് അവിടെ കൊടുക്കായിട്ടിരിക്കുന്നു, ഒരു വസ്തു അല്ലെങ്കിൽ കൊടുക്കായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു സാധനം കൊടുക്കായിട്ടിരിക്കുന്നു, അത് വാങ്ങാൻ പറ്റുന്ന ഒരാൾ വാങ്ങുന്നു അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് എന്താണ് ഡീല് സാർ? അങ്ങനെ ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് മറ്റ് വിഷയങ്ങളില്ലാത്തത് കൊണ്ട് ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ മാത്രമാണ്. അല്ല, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, നിങ്ങൾക്കത് ആരോപണം ഉന്നയിക്കാം, എല്ലാം നിന്ന് ഞാൻ പറയുന്നില്ല, അതവിടെ നിന്നോട്ടെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഡീൽ ആരാ ഉള്ളത്?
ഇവരൊരു മുന്നണി ഉണ്ടാക്കിയിട്ട് ഇവരെല്ലാ കേരളം വിട്ട് കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് കൈ ഉയർത്തി പിടിച്ചിട്ട് നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇവരൊരു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് കാസർഗോഡ് വരെ അടിയാണ്. കാസർഗോഡ് ബോർഡർ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടെ അങ്ങ് കെട്ടിപ്പിടിക്കലാണ്. ഇതാണ് ഡീല്. ഇതെന്താ അല്ല, അത് സൗന്ദര്യം ആയിക്കൊണ്ട് വേണ്ടേ? അല്ല, സൗന്ദര്യം എന്താ പിന്നെ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് സൗന്ദര്യം തുടങ്ങിക്കൂടെ? എന്തിനാണ് കാസർഗോഡ് കഴിയാൻ വേണ്ടിയിട്ട് ഈ സൗന്ദര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത്? അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡീൽ എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് പിന്നെ ഡീൽ എന്താന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആലപ്പുഴയിൽ ഇവർ പറയുന്നുണ്ടല്ലോ, ആരാണ് ആരിഫ് മത്സരം, ആരിഫിനെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു മത്സരിപ്പിക്കുകയാണ്. എന്തിനാണ്? KC വേണുഗോപാലുമായിട്ട് ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ചിഹ്നം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് 11 സീറ്റ് വേണം. ത്രിപുരയിൽ കിട്ടില്ല, ബംഗാളിൽ കിട്ടില്ല, അവർക്ക് ഉറപ്പാണ്. കേരളത്തിൽ നിന്നാണ് അവർക്ക് കിട്ടാനുള്ളത്. സ്റ്റാലിനോട് കനിഞ്ഞ് ഒരു 2 സീറ്റ് തമിഴ്നാട്ടിൽ മേടിച്ചിട്ടുണ്ട്. ജയിച്ചാ ജയിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ 3ാമതൊരു സീറ്റ് വലിയ കാര്യമൊന്നുമല്ല. കോൺഗ്രസിന്റെ ചിഹ്നം എത്ര തവണ മാറി? പശുവും കുട്ടിയും പിന്നെ പശു, അതിനുശേഷം കൈപ്പത്തി. ഇത് എത്ര തവണ കോൺഗ്രസിന്റെ ചിഹ്നം മാറി? നിലനിർത്തുന്ന വലിയ കാര്യം അല്ല, അത് തീർച്ചയായിട്ടും ചിഹ്നം നിലനിർത്തുന്ന വലിയ കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് അടുത്തോളം ഇനം പേച്ചയും കുട്ടിയും അയക്കട്ടെ ചിഹ്നം എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. ചിഹ്നം നിലനിർത്തുന്ന വലിയ കാര്യമല്ല. ആയിക്കോട്ടെ ചിഹ്നം അല്ല, അതാ ഞാൻ അല്ലല്ല ഞാൻ പറയട്ടെ. അതായത് അവർക്കിപ്പോ എന്താണ്, രാജസ്ഥാനിൽ ഒരു സീറ്റ് KC വേണുഗോപാലിനോട് ചോദിച്ചിട്ടാണ് ഇവർ മേടിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഡീൽ എന്ന് പറയുന്നത്. 7 സീറ്റ് മത്സരിക്കുന്നുണ്ട്. അവിടെ ഒരു സീറ്റിന്റെ കാര്യം മാത്രം. രാജസ്ഥാനിൽ 87 സീറ്റ് അല്ല, മുഴുവൻ ഇന്ത്യ മുഴുവൻ CPM മത്സരിക്കുന്നത്. അല്ല, ഇന്ത്യ മുഴുവൻ നിങ്ങൾ 87 സീറ്റ് മത്സരിക്കുന്നുണ്ടാവും. പക്ഷെ കൃത്യമായിട്ട് KC വേണുഗോപാൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സാധനമാണ്. എന്താണ്? രാജസ്ഥാനിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വിട്ടപ്പോ രാജ്യസഭ സീറ്റ് അല്ല, അത് നിങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമാണ്. അത് നിങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ടുന്ന കാര്യമാണ്. അത് നിങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ടുന്ന കാര്യമാണ്. ഡീല് നിങ്ങൾ തമ്മിൽ ഞങ്ങളാണോ സാറേ നിങ്ങൾക്ക് സീറ്റ് തരുന്നു എന്ന് എഴുതി ഒപ്പിട്ട് തന്നിരിക്കുന്ന ആള് സാക്ഷാൽ KC വേണുഗോപാലാണ്. ആ KC വേണുഗോപാൽ ആലപ്പുഴ വന്ന് മത്സരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അകത്തൊരു ഡീൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പറയേണ്ടത് നിങ്ങളാണ്, ഞങ്ങളല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ക്ലീൻ ഡീലാണ്. രാജ്യസഭാ സീറ്റ് അല്ലല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. രാജ്യസഭാ സീറ്റ്, ഒരു രാജ്യസഭാ സീറ്റിന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ അടുത്ത് പോയി ഡീൽ ഉണ്ടാക്കേണ്ടുന്ന അവസ്ഥയൊന്നും ഞങ്ങൾക്ക് ഒരു രാജ്യസഭാ സീറ്റിന് വേണ്ടിയിട്ട് അല്ല, അത് നമുക്ക് ജയരാജ് സാറേ, BJP-യെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഇന്ത്യയിൽ 3 രാജ്യസഭാ MP-മാരെ കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. അതിന് KC വേണുഗോപാലുമായിട്ട് പോയിട്ട് ഡീൽ ഉണ്ടാക്കേണ്ട കാര്യമൊന്നും BJP-ക്കില്ല. ഇവിടെ ഡീൽ ഉണ്ടാക്കിയിരിക്കുന്ന നിങ്ങളാണ്. നിങ്ങളുടെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന മത്സരിക്കുന്ന മറ്റു പാർട്ടികളിൽ പർച്ചേസ് ചെയ്ത ആളുകളാണ്. ഏതാണ് KC വേണുഗോപാലിന്റെ കാര്യം പറഞ്ഞു കേട്ടില്ലേ? ഇപ്പോ അങ്ങനെ ഒരു ഡീലും ഇല്ല. അതൊക്കെ ഓരോരുത്തരുടെ സങ്കല്പം അനുസരിച്ച് പറയുന്നതാണ്. രണ്ട്, ഇവിടുത്തെ ചോദ്യം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഈ പ്രാദേശിക വിഷയങ്ങൾ വിഷയമാവും എന്നുള്ളതല്ലേ ചോദ്യം? അതെ. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ദേശീയ വിഷയങ്ങളാണ്. ആ ദേശീയ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഈ പറയുന്ന പോലെ പ്രാണപ്രതിഷ്ഠ ചർച്ച ചെയ്തു, ഈ പൗരത്വ ഭേദഗതി നിയമം ചർച്ച ചെയ്തു, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ചർച്ച ചെയ്തു, കോൺഗ്രസ് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അവസാനം എന്താണ്, രാഹുൽ ഗാന്ധി മട്ടൺ കഴിക്കുന്നതിനെ കുറിച്ചും മീൻ കഴിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ പ്രാദേശിക വിഷയങ്ങൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനമായി, ഞാൻ ഈ മാസപ്പടിയെ കുറിച്ചും അഴിമതിയെ കുറിച്ചൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല, മാർക്സിസ്റ്റ് പാർട്ടിയും അതിന്റെ പോഷക സംഘടനകളും കേരളത്തിൽ നടത്തുന്ന കിരാതവാഴ്ച. ഇപ്പൊ പാനൂർ ബോംബ് സ്ഫോടനം നടന്നു. ഒരു DYFI പ്രവർത്തകൻ ഓൺ ദ സ്പോട്ട് നിർമ്മാണത്തിന് മരിച്ചു. ചർച്ച ചെയ്യണ്ടേ കേരളത്തിൽ? രണ്ട്, ഈ തിരുവനന്തപുരം ജില്ലയിൽ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് കേട്ടില്ലേ? CPM-ന്റെ രക്ഷാപ്രവർത്തനത്തിന് പോയതായിരുന്നു. അതെ, ജീവൻ രക്ഷാപ്രവർത്തനമായി അവരുടെ കാഴ്ചപ്പാട്. പക്ഷേ വോട്ടർമാരുടെയും ജനാധിപത്യ വിശ്വാസികളുടെ കാഴ്ചപ്പാട് അതല്ല എന്ന് എല്ലാവർക്കും അറിയാം. രണ്ട്, തിരുവനന്തപുരം ജില്ലയിൽ, തിരുവനന്തപുരം പാർലമെന്റ് അല്ല, ആറ്റിങ്ങൽ പാർലമെന്റ്, നെടുമങ്ങാട് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരും മൺപാത്ര നിർമ്മാണ സമുദായ സഭയിൽപ്പെട്ട അവൻ എൻട്രൻസിലൂടെ മിടുക്കനായി പഠിച്ച് വയനാട് അഡ്മിഷൻ കിട്ടി. അവന്റെ കിരാതമായ മർദ്ദനം അത് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട തെരഞ്ഞെടുപ്പല്ലേ? ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. പറഞ്ഞോട്ടെ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജില് ഈ സിദ്ധാർത്ഥിന്റെ കൊലപാതകം
കേരളം ചർച്ച ചെയ്യുമ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ കേരള സർവകലാശാല കലോത്സവം നടക്കുമ്പോൾ അതിലെ വിധികർത്താവായ ഒരു നൃത്താധ്യാപകൻ SFIയുടെ ഭാരവാഹിയുടെ മർദ്ദനമേൽക്കുന്നു, നാട്ടിൽ പോയി ആത്മഹത്യ ചെയ്യുന്നു. അതൊരു പുതിയ അറിവാണ്. അത് പുതിയ അറിവൊന്നുമല്ല, നമ്മളെല്ലാരും അതെ അദ്ദേഹത്തിന്റെ അമ്മയോട് പറഞ്ഞിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നടക്കുന്ന ഈ CPMന്റെ പോഷക സംഘടനകൾ നടത്തുന്ന എല്ലാ കാര്യങ്ങളും, ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്നത് 26-ാം തീയതി വോട്ട് ചെയ്യേണ്ട ഒരു വിദ്യാർത്ഥിയാണ്. സിദ്ധാർത്ഥിന്റെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിച്ച് അവനെ ബെൽറ്റ് മുറിയുന്നത് വരെ, പോലീസ് റിപ്പോർട്ടാണ്, ബെൽറ്റ് മുറിയുന്നവരെ ആ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നു, അവന്റെ കഴുത്തിൽ ഇലക്ട്രിക് വയർ കൊണ്ട് വരിഞ്ഞു മുറുക്കുന്നു, 3 ദിവസം ഒരു മുറിയിൽ അടച്ചിടുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമായി പറഞ്ഞതാണ്, 3 ദിവസമായി അവന്റെ ശരീരത്തിൽ ജലാംശം കടന്നു നിന്നിട്ടില്ല, ആമാശയത്തിൽ ആഹാരത്തിന്റെ അംശമില്ല. എന്ത് ക്രൂരതയാണ് ആ വിദ്യാർത്ഥി ചെയ്തത്? കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഇതല്ലാതെ പിന്നെ എന്താണ് പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ CPMന്റെ ഒരു ജില്ലാ സെക്രട്ടറി, പഴയ SFI നേതാവ് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അത് ചർച്ച ചെയ്യും. ഓരോ പ്രാദേശിക വിഷയങ്ങൾ, ഓരോ നേതാക്കന്മാരുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഒരാഴ്ച മുമ്പ് വരെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇനിയിപ്പോൾ ഒരു പ്രചരണം വന്നാൽ അത് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടായി മാറും. ഇനിയിപ്പോൾ 40 മണിക്കൂറേ ഉള്ളൂ. ഇനി പല പ്രചരണങ്ങൾ ഇറങ്ങാം. പക്ഷേ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഗവൺമെന്റിനെ, ഞാൻ ഇവിടെ ഈ പറഞ്ഞതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ 1956 നവംബർ 1-ാം തീയതി കേരളം പിറന്നതിന് ശേഷം കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാസം 30-ാം തീയതി 31-ാം തീയതി വാങ്ങേണ്ട ശമ്പളം ഇന്ന് 5-ാം തീയതി 6-ാം തീയതി സഹായിക്കണമെന്ന് ഈ ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ്. കേരളത്തിലെ NGOമാരോട് പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ശമ്പളം മുടങ്ങിയിട്ടില്ല. KSRTC ശമ്പളം മുടങ്ങുന്ന ഒരു വാർത്തയല്ലാതെ ഞാനൊന്നും അത് പറയുന്നില്ല. സപ്ലൈകോയിൽ അടക്കം പൊതുവിതരണ മേഖലയിൽ സാറ് സപ്ലൈകോയിൽ പോയി സാധനം വാങ്ങിക്കുന്ന ആളാണ്. ഭക്ഷ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിന് പൊതുവിതരണ സംവിധാനം ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ ഈ പ്രാദേശിക വിഷയങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ, ഞാൻ അവകാശവാദമല്ല, 20 സീറ്റിലും ഞങ്ങൾ വിജയിക്കും എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ്. തോൽക്കുന്നവരെ ആത്മവിശ്വാസം വളരെ നല്ലതാണ്. ഗോകുൽ, വിശ്വാസികൾക്കെതിരെയുള്ള പ്രതിഷേധ നിലപാട് CPM അങ്ങനെയൊന്നും എടുത്ത് കളയില്ല എന്ന് തോന്നുന്നു അല്ലെ? ശബരിമല കാലത്ത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന്റെ സമയത്തും ഏറെക്കുറെ അതിലേക്ക് കടന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇല്ല, തൃശ്ശൂർ പൂരത്തിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത് വളരെ വൃത്തികെട്ടൊരു കാര്യമാണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ഈവൻ്റാണ്. അങ്ങനെ പോലീസിന് പ്രത്യേകിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം കയറി അവിടെ മെയ്യാനൊന്നും പറ്റില്ല. അത് കൃത്യമായ നിർദ്ദേശങ്ങളോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആയിരിച്ച് അവിടെ ഉള്ളവർ പറയുന്നത് ലാസ്റ്റ് നിമിഷം MLA കാണാനില്ല, MP കാണാനില്ല, പിന്നെ ആരെയാണ് നമ്മുടെ കളക്ടറെ കാണാനില്ല. അപ്പോൾ ഇവർ കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്ത് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം? ഇവർ മുഴുവൻ ഈ സംവിധാനങ്ങൾ മുഴുവൻ, ഭരണ സംവിധാനം കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ ദേവസ്വത്തിൻ്റെ അധികൃതരെ പോയിട്ട് സംസാരിക്കാൻ നോക്കുമ്പോൾ ഒരാളും കാണുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം മനഃപൂർവ്വമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതൊരു തൃശ്ശൂർ പൂരത്തിൽ മാത്രം സംഭവിച്ചിരിക്കുന്ന കാര്യമല്ല. കാരണം ആറ്റുകാല പൊങ്കാല വരുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു വർഷം കുറവാണ്, അല്ലെങ്കിൽ സാധാരണ വലിയ തരത്തിലുള്ള പ്രചരണം ഉണ്ട്. ഇത് എവിടെ റോഡ് കയ്യേറുന്നു, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇടത് ഹാൻഡിലുകളുടെ വലിയ കുപ്രചരണമുണ്ട്. തൃശ്ശൂർ പൂരത്തിൽ സ്ഥിരമായിട്ടുള്ളതാണ്. ശബരിമല സമയത്ത് എന്താണ് ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ എന്താണ് കണ്ടതെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. എല്ലാ ഭാഷകളിലും തെറികേട്ടൊരു മനുഷ്യനാണ് പിണറായി വിജയൻ. ഞാൻ പല ഇൻ്റർവ്യൂകളിലും പറയും, എല്ലാ ഭാഷകളിലും തെറിയേക്കാണ് വെച്ചാൽ തമിഴമ്മൻ തെറി പറഞ്ഞിട്ട് വന്നു, ആന്ധ്രാക്കാരൻ തെറി പറഞ്ഞിട്ട് വന്നു, കന്നഡക്കാരൻ തെറി പറഞ്ഞിട്ടുണ്ട്, ഹിന്ദിക്കാരൻ തെറി പറഞ്ഞിട്ടുണ്ട്, മലയാളി തെറി പറയുന്നു, ഇംഗ്ലീഷ് തെറി പറയുന്നത്, 5-6 ഭാഷയിൽ ആൾക്കാരും തെറി പറഞ്ഞിട്ട് പോവാണ്. അത്രയേറെ ബുദ്ധിമുട്ടുകൾ അവിടെ ഭക്തർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. ഇത് പലപ്പോഴും പോലീസിനെ ഉപയോഗിച്ചിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ഒരു കമ്മീഷണർക്ക് ഇറങ്ങി വന്നത്, ഇപ്പോൾ ഈ കമ്മീഷണർ കഴിഞ്ഞ തവണയും അവിടെ പൂരം നടത്താനുണ്ടായിരുന്ന ആളാണ്. അയാൾക്ക് അറിഞ്ഞുകൂടാത്തതല്ല അതെങ്ങനെയാണ് നടത്തുന്നത്. അപ്പോൾ ഇത് മനഃപൂർവ്വമായിട്ട് ഇത്തവണ ക്രിയേറ്റ് ചെയ്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ അത് അവരുടെ ഒരു പ്രഖ്യാപിത നിലപാടാണ് എന്നാണ് ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നത്. ശ്രീ ജയരാജ്, ഇനിയിപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിന് അധിക സമയമില്ല പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. ആ സമയത്താണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പൂരം മുടങ്ങിയെന്ന് തന്നെ വേണം പറയാൻ. വിശ്വാസികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്ന ആ ഒരു നടപടി അതിലേക്ക് പോയത്, അത് ഇടതുപക്ഷത്തിന് വലിയൊരു തിരിച്ചടിയാവില്ലേ?
ഇടതുപക്ഷത്തിന് തിരിച്ചടിയല്ല, അവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആദ്യം പരിശോധിക്കണം. ഒന്ന്, കേരളത്തിൽ ഇത്രയധികം ടെമ്പറേച്ചർ കൂടിയിരിക്കുന്ന സമയമാണ്. ഇതിനകത്തൊരു മൈക്രോ മില്ലി സാധനം കൂടിപ്പോയി കഴിഞ്ഞാൽ വൻ വെടിക്കെട്ട അപകടം അവിടെ നടക്കും. അതിന് ഈ രാംലല്ലയുടെ സാധനം, അതായത് അതൊരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പ്രാണപ്രതിഷ്ഠ രാംലല്ല. ജയരാജ് സാറേ അതൊരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ ചിത്രമാണ്. അല്ലല്ല അത് ശരിയല്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല. കേരളത്തിലെ രാമനെ നിങ്ങൾ പ്രത്യേകിച്ച് രാമനെ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരൊറ്റ രാമനേ ഉള്ളൂ. ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരൊറ്റ രാമനേ ഉള്ളൂ. ആ ഒരൊറ്റ രാമനേ ഉള്ളൂ. ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരൊറ്റ രാമനേ ഉള്ളൂ. ഇന്ത്യയിലെ മൊത്തത്തിൽ ഒരൊറ്റ രാമനേ ഉള്ളൂ. ഇന്ത്യയിൽ മൊത്തത്തിൽ അല്ലല്ല നിങ്ങളത് വിടൂ. ഇന്ത്യയിൽ ഒരൊറ്റ രാമനേ ഉള്ളൂ. ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരൊറ്റ രാമനേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ പുതിയ രാമനെ അല്ല. ഞാനൊരു കാര്യം ശരി ഞാൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് മറുപടി പറയണം. കേരളത്തിൽ പ്രത്യേകിച്ച് അള്ളാഹു, തമിഴ്നാട്ടിൽ വേറെ അള്ളാഹു, അമേരിക്കയിൽ വേറെ അള്ളാഹു, അങ്ങനെ ഉണ്ട്. ശരി, കേട്ടല്ലോ. അപ്പൊ മുസ്ലിം മതവിശ്വാസികൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഇദ്ദേഹം പറയുന്നത് അള്ളാഹു ഒന്നല്ല എന്നാണ് പറയുന്നത്, അള്ളാഹു പലതുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ബാക്കി നിങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ. എവിടെ എല്ലായിടത്തും അവർ അറബി ഭാഷയിൽ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. സുന്നി ഷിയയുടെ കാര്യമല്ലല്ലോ ഞാൻ ചോദിച്ചത്. സുന്നി ഷിയയുടെ കാര്യമല്ലല്ലോ ഞാൻ ചോദിച്ചത്. കേരളത്തിലൊരു അള്ളാഹു, കേരളത്തിലൊരു അള്ളാഹു. ഞാൻ ചോദിച്ചതിന് സാർ ഉത്തരം പറയണം. കേരളത്തിലൊരു അള്ളാഹു, ഞാൻ ചോദിച്ചതിന് സാർ ഉത്തരം പറയണം. കേരളത്തിലൊരു അള്ളാഹു, തമിഴ്നാട്ടിലൊരു അള്ളാഹു, യു പിയിൽ ഒരു അള്ളാഹു, ഇങ്ങനെയാണോ ആരാധിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. സാർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാറിന് ആദ്യം അപ്പൊ കണ്ടല്ലോ, അപ്പൊ സെമിറ്റിക് മതത്തിന്റെ വ്യത്യാസം സാറിന് അറിയാം. അപ്പൊ ഹിന്ദുവിന്റെ നെഞ്ചത്തേക്ക് മാത്രം കയറാന്നാണ് സാറ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഹിന്ദു ഒരു രാമനെ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രശ്നമാണ്. അപ്പൊ ഏകദൈവ വിശ്വാസത്തിന് സാർ അംഗീകരിക്കുന്നില്ലേ? അപ്പൊ മുസ്ലിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അപ്പൊ നിങ്ങൾക്ക് ആ ഒറ്റയാവുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പൊ ആ ഏക ഒറ്റയാവുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല. അല്ലല്ല ഞാൻ ചോദിക്കട്ടെ, ആ ഏക ഒറ്റയാവുന്നതിൽ സാറിന് പ്രശ്നമില്ലല്ലോ. ഞങ്ങളിവിടെ ഒരു രാമനെ ഉള്ളൂ എന്ന് പറയുമ്പോഴാണല്ലോ സാറിന് പ്രശ്നം. ഒരൊറ്റ രാമനെ, ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാമനെ ഉള്ളൂ. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാമനെ ഉള്ളൂ. സാറേ. രാമായണം പലതുണ്ടാവും, രാമൻ ഒന്നേ ഉള്ളൂ. രാമായണം പലതുണ്ടാവും. ദശരഥനും കൗസല്യക്കും കൂടി പിറന്ന ഒരൊറ്റ രാമനെ ഉള്ളൂ. അല്ലാണ്ട് അപ്പോഴത്തെ വീട്ടിലെ കുമാരനും മറ്റവർക്കും പിറക്കുന്ന അതൊന്നുമല്ല. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ദശരഥനും കൗസല്യക്കും പറഞ്ഞിട്ടുള്ള പേഗൻ റിലീജിയൻ അല്ലല്ലോ. ഞങ്ങൾ ഹിന്ദു മതമാണ്, അല്ലാതെ പേഗൻ റിലീജിയൻ അല്ല. സാറ് വെറുതെ പേഗനെ കൊണ്ടൊന്ന് ഇങ്ങോട്ട് വലിച്ചു കേട്ടല്ലേ. രാംലല്ലയുടെ കാര്യം പറഞ്ഞല്ലോ, കുടമാറ്റ സമയത്തെ അതിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും ഉണ്ടായിരിക്കാം. പക്ഷെ എന്റെ ചോദ്യം അതായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ തൃശൂർ പൂരം ഇത്ര അലങ്കോലമാക്കുമ്പോൾ അടുത്ത ഇടതുപക്ഷത്തെ അത് വലിയ തോതിൽ ബാധിക്കുക എന്നാണ് ഞാൻ ചോദിക്കാൻ കാരണവുമുണ്ട്. ഇപ്പോൾ ഒരു പോലീസ് കമ്മീഷണർ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതാണോ അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ ഇടപെടലുകൾ? അത് പോലീസ് കമ്മീഷണർക്ക് മാത്രം ഇടപെടാവുന്ന കാര്യമാണോ തൃശൂർ പൂരം എന്ന് പറയുന്നത്? ഇവിടെ രാംലല്ലയൊക്കെ മാറ്റി നിർത്താം നമുക്ക്. അതിൽ പല അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കാം. കല്ലെറിയാൻ ഒരുപാട് പേരൊന്നും വേണ്ട, ഒരാൾ മതി. അയാളുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അത് നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. അല്ല, കമ്മീഷണർക്ക് ആഭ്യന്തര വകുപ്പുണ്ട്, അവിടെ തലപ്പത്ത് ആളുകളുണ്ട്, ഇലക്ഷൻ നടക്കാനുള്ള കൺട്രോൾ ഉണ്ടെന്ന്. ഒരു സർക്കാരിന് കയറി ഇടപെടുന്നതിനകത്ത് നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പൊ തന്നെ അന്വേഷണം ഉത്തരവിട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ ആ ഒരു വിഷയത്തിൽ അന്വേഷണം ഉത്തരവിടാൻ പറ്റുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അവിടെ തൃശൂർ പൂരം പോലെ തൃശൂർ പൂരം എപ്പോഴും കളക്ടർ വിളിച്ച് ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്നതാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ ഇവർ ചർച്ച ചെയ്ത് ശ്രീരാമന്റെയും അള്ളാഹുവിന്റെയും പേരിൽ തെരഞ്ഞെടുപ്പിൽ ഒരു വർഗീയ ചുവ നൽകുന്ന തരത്തിലായിരുന്നു ഇവർ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നടന്ന സംഭവം അവിടെ കമ്മീഷണർ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തിട്ടില്ല, ട്രാൻസ്ഫർ ചെയ്തിട്ടേ ഉള്ളൂ സാർ. സസ്പെൻഡ് ചെയ്യില്ല. അല്ല, ഞാൻ പറയാം സാർ, സസ്പെൻഡ് ചെയ്യില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അനുഗ്രഹാശിസുകളോടുകൂടിയാണ് അവിടെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് സസ്പെൻഡ് ചെയ്യില്ല. പേരിനൊരു ട്രാൻസ്ഫർ അത്രേ ഉള്ളൂ. അവിടെ തൃശൂർ പൂരം അങ്ങനെ ട്രാൻസ്ഫർ പോലും വന്നത് ഇനിയിപ്പോൾ ഇലക്ഷൻ സമയം ആയതുകൊണ്ട് മാത്രം. അതെ.
അതായത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI എൻക്വയറി ഉണ്ടായതുപോലെ. ഇനി ഞാൻ എൻ്റെ ഒരു സംശയം, തൃശ്ശൂർ പൂരം പോലെ ഇത്രയും സെൻസിറ്റീവായ ഒരു കാര്യം അവിടെ നടക്കുന്നു, വേണ്ട മുൻകരുതലുകൾ അവിടെ വേണം. ഇപ്പോൾ ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ ഒരു നോമിനലായ ഒരു നടപടി ഉണ്ടായി. എനിക്കിപ്പോഴും സംശയം, തൃശ്ശൂർ പോലെ ഇത്രയും ഒരു സെൻസിറ്റീവ് കോമ്പറ്റീഷൻ നടക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസി ഈ ഒരു ഇത്രയും നിർണായകമായി രാത്രി ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ BJP നേതാക്കന്മാർ സ്ഥാനാർത്ഥിയും മാത്രം അവിടെ കാണുന്നു. ഇതിനൊരു കോൺസ്പിറസി ഉണ്ടോ? ഒരു IPS ഉദ്യോഗസ്ഥനെ വെച്ച് കളിക്കാൻ ആർക്കും കഴിയില്ല. യെസ്, മറ്റ് സ്ഥാനാർത്ഥികളോ ജനപ്രതിനിധികളോ ഒന്നും പാദരാത്രി ഈ പൂരം അലങ്കോലപ്പെടുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നില്ല. അടിപൊളി അടിപൊളി അടിപൊളി. അതിന്റെ പിടിപ്പുകേട് ഗവൺമെന്റ് ഇതിനെ സംബന്ധിച്ച് കൃത്യമായി പിടിപ്പുകേടാണ് ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് പിടിപ്പുകേടാണ് ഞാൻ കാണുന്നത്. അവിടെയാണ് ഇത്രയും നടക്കുന്ന. അവിടുത്തെ MP എവിടെ പോയായിരുന്നു? അപ്പോ അവിടുത്തെ MP പ്രതാപനായിരുന്നു, അദ്ദേഹം എവിടെ പോയിരുന്നു? ഞാൻ പറയട്ടെ, TN പ്രതാപന് രാത്രി 12 മണിക്ക് നമ്മുടെ പൂരം അലങ്കോലപ്പെടും എന്ന് പ്രതീക്ഷിച്ച് അവിടെ കാത്തു നിൽക്കുന്നില്ല. അല്ല, രാവിലെ തൊട്ട് അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ഇത്രയും ജനങ്ങൾ അറിഞ്ഞിട്ട് അവിടുത്തെ MP അറിഞ്ഞില്ലേ? അല്ല, അതില്ല, രാത്രി ഇത് രാത്രി 12 മണിക്ക് ഉണ്ടായ പ്രശ്നം അല്ലല്ലോ സാറേ, രാത്രി 12 മണിക്ക് ഉണ്ടായ പ്രശ്നം അല്ല ഇത്. ഇതുപോലെയുള്ള മതപരമായ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്ത് ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള കേരള പോലീസ് മോശമല്ല. കേരള പോലീസ് ഇതിനെയൊക്കെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കാനും അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുക്കാനും മിടുക്കരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷെ ഒരു കമ്മീഷണർ അമിതമായ വാശി കാണിക്കുന്നു. മാധ്യമങ്ങളിലൂടെ ഞാൻ വായിച്ചതാണ്. അപ്പോ അതിനെ നിയന്ത്രിക്കാനുള്ള കെൽപ്പ് സംസ്ഥാന ഗവൺമെന്റ് ബന്ധപ്പെട്ട ഏജൻസികൾക്കില്ല. അവിടെ പിന്നെ BJPയുടെ നേതൃത്വം മാത്രം ആ സ്പോട്ടിലേക്ക് ആദ്യം വരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം, കാരണം അല്ല, അതിനെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കണം. ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെയാണ് രാത്രി 3 മണി വരെ ഈ മീനവേൽ ചൂടിൽ ഇത്രയധികം ക്യാമ്പയിൻ നടത്തിയിട്ട് തളർന്നിട്ട് 3 മണിക്ക് അവിടെ എത്തി ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ടതെന്നുള്ളത് തീർച്ചയായിട്ടും സമഗ്രമായി അന്വേഷണം നടത്തിയിട്ട് ഈ പറയുന്ന ഇടത് വലത് ആൾക്കാരെ പഠിപ്പിക്കേണ്ടതാണ്. കാരണം ജനകീയ വിഷയങ്ങളിൽ എങ്ങനെ ഇടപെടുന്നു അങ്ങനെ ഒരു ഇടപെടൽ നടത്തി ഒരു വെടിക്കെട്ട് എന്നൊക്കെ പറയുമ്പോൾ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് അതാണ് ഇല്ലാതെയാവും എന്ന് തോന്നിയ മണിക്കൂറുകൾ ഉണ്ടായിരുന്നു അവിടെ. തൃശ്ശൂർക്കാരിയാണ്, എനിക്കറിയാം അതിനൊരു വികാരം എങ്ങനെയാണ്. അതെ, കോവിഡ് ഒരു ദുരന്ത സമയമായിരുന്നു. അമിതമായ ഇടപെടൽ അത് നടക്കില്ല. ഞാൻ ചൂണ്ടിക്കാണിച്ചു, അദ്ദേഹം പറയേണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലും കൂടി ഉണ്ടായിരുന്നു. അത് നടക്കാൻ ഞാൻ ചോദിക്കാം, ഏത് രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അവിടെ എത്തുന്ന ഇലക്ഷൻ പീരീഡ് കാൻഡിഡേറ്റ്സ് ഉണ്ട്, പാർട്ടി ലീഡർഷിപ്പ് ഉണ്ട്. ഇത് വൺ സൈഡ് അവർക്ക് മാത്രം എങ്ങനെ ഇൻഫർമേഷൻ കിട്ടി? പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് പിടിപ്പുകളുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതുകൂടെ അറിയേണ്ടതാണ്. ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകളുണ്ട്. സാറേ, അവിടെ നടന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരം കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ സാധാരണഗതിയിൽ ഒരു രാത്രിയോടുകൂടിയാണ് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് പോവുക. ഇത് രാത്രി 8 മണിക്ക് തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആൾക്കാർ അവിടെയുള്ള ഉയരമുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ വെളുപ്പിനെ 3 മണിക്ക് കിടക്കുന്ന വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് രാത്രി 8 മണിക്ക് തന്നെ നിലയുറപ്പിക്കണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ പ്രശ്നം അപ്പോഴും അതിന് മുമ്പ് നടക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിന് തിരിച്ചറിയ ജനങ്ങളോട് സംസാരിച്ചാൽ മാത്രമേ ആ പ്രശ്നം അറിയുള്ളൂ. നിങ്ങൾ അറിയാതെ പോയത് നിങ്ങൾ ജനങ്ങളുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലാതിരുന്നത് കൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. അവിടെ കോമൺ സെൻസ് മാത്രം മതിയായിരുന്നു ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്താണ് വരിക എന്നറിയില്ല. അതൊക്കെ ജനവിധിയെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. നമസ്കാരം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.